ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞാനിവിടെ 3.5 മീറ്റർ തുണി ഇതുപോലെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. നൈറ്റിയിൽ നമ്മൾ നൈറ്റി പീസ് സാധാരണ വാങ്ങുമല്ലോ, അതല്ല. അപ്പം അല്ലാതെ ഇതുപോലെ നമുക്ക് ഷോപ്പിൽ പോയിട്ട് കട്ട് ചെയ്ത് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനി നമുക്ക് കസ്റ്റമർ തരുന്ന അളവ് തുണിയിൽ നിന്നും ഇത്രയും മെഷർമെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു ബുക്കിലോട്ട് എഴുതി വെക്കാം. എന്നിട്ട് എത്രയാണ് എന്നുള്ളതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ എഴുതണം കേട്ടോ. ഞാനിവിടെ XXL സൈസിലുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലെങ്താണ്. ലെങ്ത് 53 ഇഞ്ചസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് വേരിയേഷൻസ് വരുത്താം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചുളിവുകളൊന്നും ഇല്ലാതെ ഇതുപോലെ 4ആയിട്ട് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് 53 ഇഞ്ചസ് ലെങ്ത് എടുക്കാം. ഞാനിവിടെ പാറ്റേൺ വരച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് 1/2 ഇഞ്ച് മുകളിൽ നിന്ന് നമുക്ക് വിട്ട് കൊടുക്കണം. സീം അലവൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. തയ്യൽ തുമ്പ് വിടാനായിട്ടാണ് 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് എടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ 8 ഇഞ്ചസാണ്. XXL സൈസിൻ്റെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. 8 ഇഞ്ചസാണ് ഷോൾഡർ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 8 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ ഡ്രോപ്പാണ്. ആം ഹോളിൻ്റെ ആ ഇറക്കമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആ പോയിന്റിൽ വെച്ചിട്ട് 8 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ നമ്മുടെ നൈറ്റി അളവ് തരുന്ന നൈറ്റി 2ആയിട്ട് മടക്കി ഇടുക. അപ്പം എത്രയാണോ കിട്ടുന്നത് അതാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെസ്റ്റ് റൗണ്ട് 12 ആണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ 13 എടുക്കാം. ഇത് XXL സൈസിലുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും സൈസായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വെയ്സ്റ്റ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് താഴേക്ക് 15 ഇഞ്ചസ് ലെങ്ത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും വെയ്സ്റ്റ് ലെങ്ത് 15 ഇഞ്ചസ് ആയിരിക്കും. ഇനി വെയ്സ്റ്റ് റൗണ്ട് ഇതേപോലെ അളവ് നൈറ്റിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 11.5 ആണ് കേട്ടോ കിട്ടിയത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ വെയ്സ്റ്റ് റൗണ്ട് എടുത്ത പോയിന്റിൽ നിന്ന് ഇനി നമുക്ക് താഴേക്ക്, അതായത് നമ്മൾ നേരത്തെ ലെങ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ, ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴെ ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫുൾ സ്ലീവിന് വേണ്ടിയിട്ടാണ് കേട്ടോ 3.5 മീറ്റർ നമ്മൾ എടുത്തത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹാഫ് സ്ലീവ് മതിയെങ്കിൽ 3 മീറ്റർ മതിയാവും. അപ്പോൾ നമ്മളിത് ബാക്കി പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് 1/2 മീറ്റർ ബാലൻസ് ഉണ്ടാവും. ഇനി നമുക്ക് നെക്ക് ചെയ്യാം. നെക്ക് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെക്ക് ഡ്രോപ്പാണ്. നെക്ക് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കഴുത്തിറക്കം. നല്ല ഇറക്കം വേണമെന്നുള്ളവർക്ക് 6 ഫ്രണ്ട് നെക്ക് 6ഉം ബാക്ക് നെക്ക് 5ഉം എടുക്കാം. ഞാനിവിടെ എൻ്റെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് അവർക്ക് നെക്ക് ലെങ്ത് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ച് ലെങ്തേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 6ഉം 5ഉം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് കർവ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ സ്ലോപ്പാണ്. അതിനായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്ക് വിട്ടെടുത്ത ആ പോയിന്റില്ലേ, ആ പോയിന്റിൽ നിന്നും ഈ 1/2 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഈ ലൈനിൻ്റെ സെൻറ്റർ പോയിൻറ്റ് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു കർവ് വരച്ച് കൊടുക്കാം. ഈ ലെങ്ത് 1 ഇഞ്ച് ആയിരിക്കണം കേട്ടോ. ഈ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഓക്കെ. ഇനി നമുക്ക് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കർവ് വരച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട് ആം ഹോളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആം ഹോളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് സീം അലവൻസ് കൊടുക്കാം. അതിനായിട്ട് നെക്ക് പോർഷനിൽ 1/4 ഇഞ്ചും ഷോൾഡറിലും ആം ഹോളിലും 1/2 ഇഞ്ച് വെച്ചിട്ട് നമുക്കിതുപോലെ ഡോട്ടഡ് മാർക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സൈഡ് സീമിലും ബോട്ടം ഹെമ്മിലും നമുക്ക് 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പാറ്റേൺ മേക്കിംഗ് ചെയ്തിട്ടാണ് ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ലൈൻസ് ഒന്നും ക്ലോത്തിൽ വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പറിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്തിന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി ഈ ലൈൻസൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടോ നമുക്ക് മാറ്റി കളയണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈൻസൊക്കെ അതുപോലെ ഇരിക്കും. അപ്പോൾ അത് വൃത്തികേടാണ്. അപ്പോൾ ഒരു ജസ്റ്റ് തുണി നനച്ചിട്ട് ഇതിൻ്റെ മണ്ടയിൽ വെച്ചിട്ട് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മാഞ്ഞു പോകും കേട്ടോ.
ഓക്കെ, നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആക്കി വിടണം. കാരണം നമ്മൾ നെക്കും ആം ഹോളൊക്കെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ ഇതുപോലെ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പോർഷൻ മാത്രം എടുക്കാം. അതിന് ശേഷം നെക്കും ആം ഹോളും സെപ്പറേറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്രോസ് പീസാണ്. അപ്പോൾ ക്രോസ് പീസ് എല്ലാവർക്കും കട്ട് ചെയ്യാൻ അറിയായിരിക്കും. ഇതുപോലൊരു വേസ്റ്റ് പീസ് എടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വരച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ക്രോസ് പീസ് റെഡി ആയിക്കോളും. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ റെക്കോർഡായില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു ക്ലോത്തിൽ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈറ്റ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ലെങ്ത് ആണ്. അപ്പോൾ ഞാൻ അളവ് തന്ന നൈറ്റിൽ നിന്ന് നമുക്ക് സ്ലീവ് ലെങ്ത് എടുക്കാം. ഞാനിവിടെ 17 ആണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ 17 എന്ന് പറഞ്ഞാൽ 3/4 സ്ലീവാണ്. 20 എടുത്താൽ 21 ഒക്കെ എടുത്താൽ നമുക്ക് ഫുൾ സ്ലീവ് കിട്ടും. ഇപ്പോൾ എനിക്ക് 17 മതി, അപ്പോൾ 17 മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കാം. അതും അളവ് നൈറ്റിയിൽ എത്രയാണോ തന്നിരിക്കുന്നത് അതെടുക്കാം. ഞാനിവിടെ 10 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം മുകളിൽ നിന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ക്യാപ്പ് ഹൈറ്റ് ആണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കർവ് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ബോട്ടം റൗണ്ടാണ്. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സീം അലവൻസ് കൊടുക്കാം. ബോട്ടം പോർഷനിലും സൈഡ് സീമിലും നമുക്ക് 1 ഇഞ്ചാണ് കൊടുക്കാനുള്ളത്. അതുപോലെ മുകളിലത്തെ ആം ഹോൾ വരുന്ന പോർഷനിൽ 1/2 ഇഞ്ചാണ് സീം അലവൻസ് എടുക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സെൻറ്റർ പോർഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊരു നോച്ചസ് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 2 സ്ലീവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കർവ് വരച്ചെടുക്കാം. നമ്മൾ നൈറ്റ് കട്ട് ചെയ്തപ്പോൾ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് സ്ലീവിലും ഫ്രണ്ടും ബാക്കും ആം ഹോൾ കട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതുപോലെ കർവ് ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്ലീവ് ഇതുപോലെ റൈറ്റും ലെഫ്റ്റും സ്ലീവാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത്. ഇത് തിരിഞ്ഞു പോകരുത്, തിരിയാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നൈറ്റിയുടെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രോസ് പീസ് അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 നൈറ്റിയിലും ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാ പോർഷനും കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്കണേ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവിൽ പൈപ്പിംഗ് ചെയ്യണം. പൈപ്പിംഗ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് പീസ് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഫോൾഡാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലീവിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ നോച്ചസ് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇനി നമുക്ക് സ്ലീവ് മുതൽ താഴെ എൻഡ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ എത്രയാണോ സീം അലവൻസ് കൊടുത്തത് അതനുസരിച്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം താഴത്തെ ബോട്ടം പോർഷനില്ലേ, ബോട്ടം ഹെം, അത് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.